സുജയ, ഇവിടെ ചില കാര്യങ്ങളിൽ നമ്മൾ വ്യക്തത വരുത്തി തന്നെ മുന്നോട്ട് പോകണം. കേസുകളിൽ ഇരട്ടത്താപ്പ് എന്ന് ചോദിച്ചാൽ വിഷയങ്ങളിൽ ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പേര് ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് എന്നാണ്. അതായത് ഉത്തർപ്രദേശിൽ ബുൾഡോസർ രാജ് നടക്കുമ്പോൾ അതേക്കുറിച്ച് വലിയ രീതിയിൽ യോഗി ആദിത്യനാഥിനെ, കേന്ദ്ര സർക്കാരിനെ, BJP ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ബുൾഡോസർ രാജ് നടക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ഈ നിമിഷം വരെ ഒരു ചർച്ചയിലേക്ക് പോലും പോയിട്ടില്ല. ഇവിടെ കേസിൽ ഇരട്ടത്താപ്പാണോ, പിണറായി വിജയൻ കാണിച്ചത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ കട കർണാടകത്തിൽ അങ്ങോട്ട് വലിയ സൂപ്പർ മാർക്കറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരട്ടത്താപ്പ് കാണിച്ചിട്ടാണ് ഇവിടെ വന്നുകൊണ്ട് പോലീസ് നടപടിയെ, പോലീസിങ്ങിനെ, ഇതെന്ത് പോലീസിംഗ് ആണ്, ഇതെന്ത് ആഭ്യന്തര വകുപ്പാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കർണാടകയിലെ സർക്കാരിനോട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ ചോദിക്കണം, ഇതെന്ത് പോലീസിംഗ് ആണ്, എന്താണ് നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യോഗി ആദിത്യനാഥിനെ, ഉത്തർപ്രദേശ് സർക്കാരിനെ ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ കർണാടകയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെയാണ് യഥാർത്ഥത്തിൽ ആൻഡ്രസർ ഇരട്ടത്താപ്പ്. അത്രയും വലിയ ഇരട്ടത്താപ്പ് തൊട്ടയൽപ്പക്കത്ത് കാണിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇവിടെ AI ആണോ എന്ന് പരിശോധിക്കണമെന്നേ. ഇങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ വസ്തുത എന്താണെന്ന് പരിശോധിക്കുന്നതിനായി ഇദ്ദേഹത്തെ വിളിപ്പിച്ചല്ലോ, N സുബ്രഹ്മണ്യനെ പോലീസ് വിളിപ്പിച്ചപ്പോൾ വരില്ല എന്നുള്ള ശാഠ്യത്തോടെ നിന്നു. പോലീസിനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ ശാഠ്യത്തോടെ നിന്നത് ഈ പറയുന്ന N സുബ്രഹ്മണ്യൻ തന്നെയാണ്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് വന്നില്ല, അതുകൊണ്ടാണ് പോലീസ് അവിടേക്ക് ചെന്നത്. പോലീസ് മാന്യമായി അല്ലാതെ അദ്ദേഹത്തോട് പെരുമാറിയെന്ന് അദ്ദേഹത്തിന് പോലും അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം N സുബ്രഹ്മണ്യൻ മാധ്യമങ്ങളോട് ഇന്ന് സംസാരിച്ചത് 4 തവണയാണ്. കസ്റ്റഡിയിലെടുത്ത് പിടിച്ചുകെട്ടി വളഞ്ഞു കൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായിൽ എന്തോ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് പോലെയുള്ള ഒരു ചിത്രീകരണമാണ് നിങ്ങൾ രണ്ടുപേരും ഇതുവരെ നടത്തിയത്, ജിമ്മി ജെയിംസ് നടത്തിയത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അതായത് വളഞ്ഞു പിടിച്ചുകെട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയെണ്ണം നമ്മൾ കണ്ടതാണ്, ഇതിനു മുൻപുള്ള അനുഭവങ്ങൾ അങ്ങനെയല്ലേ എന്നൊക്കെയാണ് പറഞ്ഞു വന്നത്. അറസ്റ്റ് ചെയ്തു എന്നേ പറഞ്ഞുള്ളൂ, പിടിച്ചുകെട്ടി വീട് വളഞ്ഞു എന്ന്. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യനെ കൊണ്ടുപോയത് എന്തോ വലിയ സംഭവമാണെന്ന് ചിത്രീകരിക്കാനായി സുബ്രഹ്മണ്യനെ വിളിപ്പിച്ചു. വാർത്തയെക്കുറിച്ച് പറയാതെ ഞാൻ കാര്യം പറയട്ടെ. ഞാൻ എന്റെ ടേക്കാണ് പറയുന്നത്. സുബ്രഹ്മണ്യനെ വിളിപ്പിച്ചു വന്നില്ല. ഞാൻ എന്റെ മറുപടി പറയട്ടെ. ജിമ്മി ജെയിംസ് അല്ല മോഡറേറ്റർ, മാഡം ആണ്. സുബ്രഹ്മണ്യനെ ആരും ഇവിടെ പിടിച്ചു കെട്ടി കൊണ്ടുപോയിട്ടൊന്നുമില്ല. മാത്രമല്ല, അങ്ങനെ പിടിച്ചു കെട്ടുന്ന ഒരു വലിയ പോലീസ് രാജാണ് പിണറായി വിജയന്റേതെന്നുണ്ടെങ്കിൽ N സുബ്രഹ്മണ്യന് 4 പ്രാവശ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ യഥേഷ്ടം നിന്ന് പറയാനുള്ളതെല്ലാം പറയാനും എല്ലാം വിശദീകരിക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നില്ല. നിർമ്മല ആശുപത്രിയിൽ പോകണമെന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയിലാണ് എന്തൊരു ഔദാര്യമെന്നൊന്നുമല്ല, കൃത്യമായ പോലീസിംഗ് തന്നെയാണ് നടത്തുന്നത്. പോലീസിനെ അങ്ങ് വിമർശിക്കുന്നവർ കർണാടക കാണാതെ പോകുന്നത് കൊണ്ടാണ് ഞാൻ അത് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. എന്തായാലും ഇന്നത്തെ ഈ സംഭവത്തിൽ അന്വേഷണ സംഘം അല്ല, താങ്കളുടെ അസഹിഷ്ണുത അവിടെ വെക്കൂ ജിമ്മി ജെയിംസ്. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇറ്റ്സ് മൈ ടൈം. മാഡം അല്ല എങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള പൂർത്തിയാക്കാൻ പറയും. സമയം ചുരുങ്ങിയ സമയമാണ്, അതിൽ എനിക്ക് പറയാനുള്ള അവസരം വേണം. ഓക്കെ, ചോദ്യം അവിടെ താങ്കൾ ഉന്നയിച്ചോളൂ, മറുപടിയും കേൾക്കണം, കേട്ട് തന്നെ പോകണം. എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ട് തന്നെ പോകുന്നുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, അന്വേഷണ സംഘം കുറ്റവാളികളെ കണ്ടെത്തട്ടെ എന്ന് തന്നെയാണ് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കുറ്റവാളികളെ എല്ലാവരെയും ഞാൻ സംരക്ഷിക്കും, എന്റെ ഓഫീസിൽ കയറ്റി ഞാൻ പൂട്ടിവെച്ച് സംരക്ഷിക്കുമെന്നൊന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാണ്. പോറ്റിയെ കയറ്റി എന്നുള്ള പാരഡി ഹിറ്റായി, സംഭവം ശരിയാണ്. ആ പാരഡി ഇങ്ങനെ പാടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാം എന്നുള്ള ഒരു അതിബുദ്ധിയോട് കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിലും ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്തത്. കാരണം N സുബ്രഹ്മണ്യനെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങളെല്ലാം കോഴിക്കോട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ സീൻ ബൈ സീനായി ഓരോ സ്ഥലങ്ങളിൽ നേതാക്കൾ എല്ലാവരും പ്രത്യക്ഷപ്പെടുന്നതും കൃത്യമായി സൗണ്ട് ബൈറ്റ്സ് വരുന്നതും മുദ്രാവാക്യം വിളികൾ വരുന്നതും. യൂത്ത് കോൺഗ്രസും എല്ലാം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ സീൻ ക്രിയേറ്റ് ചെയ്തത് കോൺഗ്രസ് തന്നെയാണ്. അവിടേക്ക് വരുന്നു, ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള കേസാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ സംഭവിക്കുമായിരുന്നുള്ളൂ. അതിനെ വലിയ ഡ്രാമയാക്കുകയാണ്, അങ്ങ് ഡ്രമാറ്റിക് ആക്കുകയാണ്. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം ഇതൊരു സീനാക്കി ഉച്ചവരെയെങ്കിലും നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് പോയതെന്നുള്ളത് നല്ല വൃത്തിയായി നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അവിടെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇക്കാര്യത്തിൽ സർക്കാർ ചെയ്തത് അല്ലെങ്കിൽ പോലീസ് ചെയ്തത് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു കേസാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ട് പഴി പറയുന്നത് കേട്ട് അത് അതേപടി അങ്ങ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. ഇവിടെ സഖാക്കൾ മുഴുവൻ കള്ളന്മാരാണ്, എല്ലാ സഖാക്കളും ശബരിമലയിൽ പോയി കട്ടു എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ ബുൾഡോസർ രാജിന് കോൺഗ്രസ് മുഴുവൻ ഉത്തരം പറയണമല്ലോ. ബുൾഡോസർ രാജിന് എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഉത്തരം പറയുന്നില്ല? KC വേണുഗോപാൽ മിണ്ടിയില്ലല്ലോ ഇന്ന്.
ചില സെലക്റ്റീവായിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. കാരണം തൊട്ട് അയൽപ്പക്കത്ത് കാണിക്കുന്ന ഈ ഒരു നെറുകേടിന് അതിന് മറുപടി പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കോ AICC നേതൃത്വത്തിനോ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കർണാടക മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അവിടെ ചെയ്ത നടപടി ഇല്ലാതാകുന്നില്ല. ആ നടപടിയെ വിമർശിക്കാൻ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ നാട്ടിലെ ബാക്കി എല്ലാ സ്ഥലങ്ങളെയും വിമർശിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്, മുഖ്യമന്ത്രി കുപ്പായം ഇട്ട് തയ്ച്ചു വെച്ച് കാത്തിരിക്കുന്ന നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു വസ്തുതയാണ്. താങ്കളുടെ അസഹിഷ്ണുത അവിടെ വെക്കൂ. നിങ്ങൾ ഒരു ടീമാണെങ്കിൽ ഒരാൾ സംസാരിച്ചാൽ മതി കേട്ടോ ഇനി മുതൽ. അപ്പോൾ ഞാൻ എന്റെ ഭാഗം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം മുതിർന്ന കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുക്കാതെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ തിരക്കി വിട്ടയച്ചുകൂടായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യാമായിരുന്നോ, ഇത് അത്രയ്ക്ക് വലിയ കേസാണ് എന്ന് ചോദിച്ചാൽ അത്ര വലിയ കേസൊന്നുമല്ല. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന കേസാണ്. അത് കേസ് എടുത്തവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഇതൊരു കാട്ടുനീതി കാണിച്ചു എന്ന് KC പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ കാട്ടുനീതി തൊട്ടപ്പുറത്താണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത് അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ പോലീസിനെ രാഷ്ട്രീയ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഉന്നത ഉദ്യോഗസ്ഥൻ വിളിച്ചത് കേട്ടു. എന്നാൽ പിന്നെ ആ ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് കൂടി പറയണമല്ലോ. ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു പുകപടലം സൃഷ്ടിക്കുകയല്ല. ഉന്നതരാരോ വിളിച്ചു എന്നുള്ളത് ഈ സുബ്രഹ്മണ്യനെ കൊണ്ടുവരുന്ന വേളയിൽ കേട്ട പ്രതികരണമാണ്. എന്തായാലും അത് ആരാണ് എന്നുള്ളത് ഇതുവരെ എന്തായാലും ഒരു നേതാവും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആരാണ് ഇടപെട്ടത്? അപ്പോൾ അവിടെയും ഒരു പുകമറയുണ്ടാക്കുകയാണ്. വീട് വളഞ്ഞ് പിടികൂടാൻ കൊലക്കേസിലെ പ്രതിയാണോ എന്നുള്ള ചോദ്യം അത് ശരിയാണ്. പക്ഷേ വീട് വളയുകയൊന്നുമല്ല, വീട്ടിലേക്ക് ചെല്ലുകയും അദ്ദേഹം വളരെ കൂളായി കൂടെ വരികയും ചെയ്തതാണ് ഞാൻ ദൃശ്യങ്ങളിൽ കണ്ടത് കേട്ടോ. ഞാൻ രാവിലെ മുതൽ എന്തായാലും ഇവിടെയുണ്ട്. ഞാൻ ദൃശ്യങ്ങളിൽ കണ്ടത് അങ്ങനെയാണ്. വീട് വളയുന്നതും വലിയ കൊലക്കേസ് പ്രതിയെ പോലെ കൊണ്ടുവരുന്നതൊന്നും ഞാൻ എന്തായാലും കണ്ടില്ല. കണ്ടതേ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ നിയമം എല്ലാവർക്കും ബാധകമാണ്. ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. അതിനിടയിൽ ചില ഡ്രാമ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം. അത് അവിടെ നടന്നിട്ടുണ്ട്. ഇനി ആ ദൃശ്യത്തിലേക്ക് വരാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ല, പോലീസ് വളരെ സഹകരിച്ച് ശരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ 4 തവണ പ്രതികരിച്ചതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. പോലീസ് അവിടെ ഒരു ഭയങ്കര ബ്രൂട്ടൽ പോലീസിംഗിലെ പോയിട്ടില്ല. ആ പിണറായി വിജയനെതിരെ പറയുന്നുണ്ട്. നോട്ടീസ് കൊടുക്കാതെ ഇയാളെ വിളിപ്പിച്ചു, അവിടെ തന്നെ പൊളിഞ്ഞു, അവിടുന്ന് തീർന്ന സംഭവം. അതാ ഞാൻ പറയുന്നത്. ശരി, ഇപ്പൊ ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. ഇനിയിപ്പോൾ വിഷയത്തിലേക്ക് വന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ഒരു താക്കോൽ കൊടുക്കുന്ന വീഡിയോ, ആ വീഡിയോയിൽ നിന്ന് സ്ക്രീൻ ഗ്രാബ് ചെയ്ത ഭാഗമാണോ അതോ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോട്ടോയാണോ പോസ്റ്റ് ചെയ്തത്? അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് തിരിച്ചറിയാനൊന്നും പോലീസിന് പറ്റില്ല. അത് പരിശോധിക്കണം. അതിനാണ് ഡിവൈസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഫോൺ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ചു കൊടുത്തോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഏത് ഡിവൈസിൽ നിന്നാണോ നിങ്ങൾ പോസ്റ്റ് ചെയ്തത് അതിൽ ഈ പറയുന്ന രീതിയിൽ ഈ അനിമേഷൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ പരിശോധിക്കണം. ഏത് രീതിയിലാണ്, അതോ മറ്റെവിടെന്നെങ്കിലും കിട്ടിയ ഒരു സോഴ്സിൽ നിന്നുള്ളൊരു ഫോട്ടോ എടുത്ത് റീപോസ്റ്റ് ചെയ്യുകയാണോ ചെയ്തത്? അത് പരിശോധിക്കണമെന്നേ. അത് ഏത് കേസിലായാലും അത് നാളെ നിങ്ങൾ പോസ്റ്റ് ചെയ്താലും ഇത് തന്നെയാണ് നടപടിക്രമം. അത് തന്നെയാണ്. പരാതി ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് സുബ്രഹ്മണ്യനെ പരിശോധിക്കാൻ പാടില്ല? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇതിപ്പോ കോഴിയെ കട്ടവരുടെ തലയിൽ പൂടയുണ്ടെന്ന് പറയുമ്പോൾ താങ്കൾ താങ്കൾ എന്തിനാണ് തപ്പി നോക്കുന്നത്? ഞാൻ അങ്ങനെ ഇടയ്ക്ക് പറയുന്നോണ്ടാണ് ജിമ്മി ചർച്ചയാകും. സ്മൃതിക്ക് പറയാനുള്ളതല്ല, എനിക്ക് പറയാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളതാണ് പറഞ്ഞത്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഒരു ടീമായിട്ട് കളിക്കും, ഒറ്റയ്ക്ക് കളിക്കൂ. അതല്ല വീട് വളഞ്ഞു, ഫോൺ പിടിച്ചെടുത്ത് ഞാനൊന്ന് പറയട്ടെ. താങ്കൾ അത് പറഞ്ഞില്ലെങ്കിൽ താങ്കൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ടെൻഷൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ താങ്കൾ പറയൂ. അവതാരക ഉണ്ടെന്ന് അത് പറയാൻ താങ്കൾ എന്താണ് പറയുന്നത്? നിങ്ങൾ രണ്ടിൽ ഒരാൾ പറയുന്ന ഒന്ന് തീരുമാനമാക്കണം. അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ഒരു ആംബുലൻസിന്റെ താക്കോല് കൊടുത്തു. അതിന്റെ ഒരു വീഡിയോ, അതിൽ മുഖ്യമന്ത്രിയുടെ പിന്നിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടന്നു പോകുന്ന ഭാഗത്തെ സ്ക്രീൻ ഗ്രാബ്, അവിടെയാണ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഓൾട്ടറേഷൻ നടന്നിരിക്കുന്നത്. അത് AI ആണോ അതോ ഒറിജിനൽ ഫുട്ടേജിൽ നിന്ന് ഗ്രാബ് ചെയ്തതാണോ? അത് പരിശോധിക്കണമെന്നേ, അല്ലാതെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല. അത് പരിശോധിക്കാനുള്ള നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ആരും എതിർത്തിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ എന്റെ ഒറ്റ കാര്യം എനിക്ക് പറയാനായിട്ടുള്ള ഈ വിഷയത്തിൽ കൊള്ളയിൽ നിന്ന് ശ്രദ്ധ മാറ്റി മറ്റ് വിഷയങ്ങളിലേക്ക്, നോൺ ഇഷ്യൂസിലേക്ക് അല്ല ഇത് കൊണ്ടുപോകേണ്ടത്. ഇവിടെ കൊള്ള തന്നെയാണ് അന്വേഷിക്കേണ്ടത്. ആ കൊള്ള വിഷയത്തിൽ തന്നെ നിൽക്കുകയും വേണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മാഡം. ഇവിടെ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് കണ്ണീരും കയ്പുമായിട്ടൊക്കെ കുറെ പാവങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ മനുഷ്യത്വരഹിതമായ കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുന്നവർ അതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ വിഷയത്തിൽ കൂടി ഒന്ന് പ്രതികരിക്കണം. എന്തായാലും ഭാഗ്യവശാൽ കേരളത്തിലെ നേതാക്കളൊക്കെ മൗനി ബാബമാരാണ്. ആ വിഷയത്തിൽ UP ആണെങ്കിൽ മാത്രം വടക്കോട്ട് നോക്കി മാത്രം കരയുന്ന ഒരു പ്രത്യേകതരം കരച്ചിലാണല്ലോ. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ചർച്ചയുമില്ല. ഇവിടെ പോലീസിംഗിനെ കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ ഈ
ഈ വിഷയം കൂടി ചർച്ച ചെയ്ത് പോകേണ്ടതാണ്. എന്തായാലും അതിൽ ചർച്ചയില്ല, അത് ഞാനൊന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. ഇനി സോണിയാഗാന്ധിയുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടിക്കാഴ്ച, ഈ ആംബുലൻസിന് താക്കോല് കൊടുത്തത്, ഒറ്റ ആംബുലൻസിന് താക്കോല് കൊടുക്കാൻ മുഖ്യമന്ത്രി എന്തിനാണ് പോയതെന്ന് ചോദിച്ചാൽ ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്, അതായത് ഡൽഹിയിലെ അവർ താമസിക്കുന്ന സ്ഥലത്താണ്, അല്ലാതെ പൊതുവേദിയിലല്ല. മുഖ്യമന്ത്രി നിൽക്കുന്നത് വഴിയിലാണ്, നിരത്തിലാണ്, അല്ലെങ്കിൽ ഒരു പൊതുവിടത്തിലാണ്. അവിടെ വെച്ചാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ക്ലോസ് ആയിട്ടുള്ള ഒരു ഇമേജ് ഗ്രാബ് ചെയ്യാനെങ്കിലും പറ്റിയിരിക്കുന്നത്. മറ്റേത് നിന്ന് ഫോട്ടോ എടുത്തതാണ്. പരിപാടിയിൽ, ഏത് പരിപാടിയിൽ വേണമെങ്കിലും മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാം. പെട്ടിക്കടയുടെ ഉദ്ഘാടനത്തിലായാലും മുഖ്യമന്ത്രി പോകാം. അല്ല, അത് നിങ്ങൾ എന്തിനു ചോദ്യം ചെയ്യണം? പെട്ടിക്കടയുടെ ഉദ്ഘാടനത്തിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ പോകും. അങ്ങനെ പെട്ടിക്കടയ്ക്ക് പോകാറില്ല. പോകാറില്ല. അല്ല, അതാ ശബരിമല പ്രധാനപ്പെട്ട പൂജ ഈ ചരട് കിട്ടുന്നതിന്റെ കൂടെയുള്ള ആൾക്കാരുടെ അതാണ് തിരക്കൂട്ടുണ്ടാന്ന്. ആ കുറെ ആൾക്കാർ കൂടെ നിൽക്കുന്നുണ്ട്. ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ. അതായത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണണമെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഈ ചരട് കിട്ടുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ആരും തള്ളി പറയുന്നില്ല. സോണിയാഗാന്ധിക്ക് വിശ്വാസിയാകാനും പള്ളിയിൽ പോകാനും അമ്പലത്തിൽ പോകാനും മോസ്കിൽ പോകാനും എല്ലാത്തിനുമുള്ള അവകാശവും അധികാരവും ഒക്കെ അവർക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു പൗരൻ ആണ് അവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനെല്ലാമുള്ള അധികാര അവകാശങ്ങളുണ്ട്. അതിനൊന്നും ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കി കൊടുത്തത് ആരാ? എന്നായിരുന്നു ഈ കൂടിക്കാഴ്ച? 2019 ശേഷമാണ് ഈ കൂടിക്കാഴ്ചയെങ്കിൽ ശബരിമലയിലെ ആരാ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഏത് പോറ്റി? അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഏത് പൂജകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് അത് അയ്യപ്പ ക്ഷേത്രം, അത് ബംഗളൂരുവിലാണ്, അല്ലെങ്കിൽ കർണാടകയിലാണ്, അല്ലാതെ ശബരിമലയിലല്ല. ശബരിമലയിൽ പൂജാരി ആയിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മേൽശാന്തി, അല്ലെങ്കിൽ തന്ത്രി, അങ്ങനെയൊക്കെ പോയി എന്നുള്ള മട്ടിൽ അത്ര വലുതാക്കേണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഒരു ഫ്രോഡുലൻസ് കാണിച്ച് ജയിലിൽ കിടക്കുന്ന ആളാണ്, ഒരു അന്വേഷണം നേരിടുന്ന ആളാണ്. അങ്ങനെ ഫ്രോഡുലൻസ് കാണിച്ച ഒരാൾ, ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉള്ള ഒരാൾ സോണിയാഗാന്ധിയെ കണ്ട ടൈം പീരീഡ് എങ്കിലും പറയാൻ കോൺഗ്രസ് തയ്യാറാകണം. കോൺഗ്രസിന് അറിയാമല്ലോ, ആ കൂടിക്കാഴ്ചയ്ക്ക് ഒപ്പം പോയ ആളുകൾക്ക് അറിയാമല്ലോ ഏതാണ് ആ ഡേറ്റ് എന്നുള്ളത്. രണ്ടുപേരും MP എന്ന നിലയിലാണ് ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതെങ്കിൽ അടൂർ പ്രകാശ് ആദ്യമായിട്ട് MP ആയത് 2019 2019 ശേഷമാണ് ഈ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് എല്ലാം നടന്നിരിക്കുന്നത്. അപ്പോൾ അടൂർ പ്രകാശ് അതിന് മറുപടി പറയണം. അല്ലാതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് ഒരു കാര്യവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ എന്തെങ്കിലും ഉപഹാരം സോണിയാഗാന്ധി കൈപ്പറ്റിയോ എന്നുള്ള ചോദ്യത്തിനും ഇതുവരെ ഒരു മറുപടിയുമില്ല. ആവർത്തിച്ച് നേതാക്കളോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ഒന്നിലധികം തവണ കണ്ടിട്ടുണ്ടോ? 2 പിക്ചേഴ്സാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2 പിക്ചേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയെ പറ്റി ഇന്ന് ചോദിക്കുമ്പോൾ N സുബ്രഹ്മണ്യന്റെ കാര്യത്തിൽ വിശാലമായി തന്നെ സർക്കാരിനെ കാട്ടുനീതി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന KC വേണുഗോപാൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. ഉത്തരമില്ലാതെ ഒളിച്ചോടുകയാണ്. പിന്നാലെ പോയി ചോദിക്കുമ്പോൾ കൂടിക്കാഴ്ചയെക്കുറിച്ച് വ്യക്തത വരുത്താത്ത എന്താണെന്ന് ചോദിക്കുന്ന മറ്റാരോടുമല്ല, സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറിയോടാണ്. ഉത്തരമില്ല. ആ ഉത്തരമില്ലാതെയാണ് ഇപ്പുറത്ത് മുഖ്യമന്ത്രിയെ പഠിപ്പിക്കാൻ നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്റെ നേരെ വരുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസ് തയ്യാറാകണം. എന്നിട്ട് വേണം ബാക്കി കുറ്റം പറയാൻ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ ടേക്ക്. ഇക്കാര്യത്തിൽ കേസിൽ ഇരട്ടത്താപ്പ് എന്നുള്ളതല്ല, ഏത് വിഷയമായാലും പരാതി കൊടുക്കേണ്ട അല്ലെങ്കിൽ കേസ് എടുക്കേണ്ട കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും. അതിനുശേഷം കേസ് വേണ്ടെങ്കിൽ കേസ് വേണ്ടാന്ന് വെക്കും. അതാണ് കണ്ടിട്ടുള്ളത്. അതിനെ മറ്റു ചില കാര്യങ്ങളുമായി കൂട്ടിക്കെട്ടി സ്വാർത്ഥ താല്പര്യത്തോടെ കാണരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. Meet the editors.